നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ പറയട്ടെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അപ്പോൾ ഇന്ന് വിഷു ആയതുകൊണ്ട് നമ്മൾ ഇന്ന് എല്ലാവർക്കും തന്നെ അറിയാം, വിഷു എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഭഗവാൻ കൃഷ്ണന്റെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വിഷുവിന്റെ ഐതിഹ്യങ്ങളും വിശേഷങ്ങളുമാണ് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നത്. വിഷുവിൻ്റെ ഐതിഹ്യങ്ങളും പ്രാധാന്യവും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? വിഷു വസന്തകാലത്തിൻ്റെ ഐതിഹ്യത്തെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ കൊയ്ത്തുത്സവമായും വിഷുവിനെ കണക്കാക്കപ്പെടുന്നു. നമുക്കറിയാം, വിഷുദിനത്തിൽ നമ്മൾ എല്ലാവരും ആരാധിക്കുന്നത് ഭഗവാൻ കൃഷ്ണനെ തന്നെയാണ്. സംസ്കൃതത്തിൽ വിഷു എന്നാൽ തുല്യം അഥവാ സമം എന്നാണ് അർത്ഥം. അതായത് വിഷുദിനത്തിൽ രാവും പകലും തുല്യ മണിക്കൂറുകൾ പങ്കിടുന്നു. അതുകൊണ്ട് തന്നെ കൃഷ്ണനും കണിക്കൊന്നയും തമ്മിലുള്ള ബന്ധം വിഷുദിനത്തിൽ ഒരുക്കുന്ന വിഷുക്കണിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മഞ്ഞ പട്ടുടുത്ത കൃഷ്ണനും മഞ്ഞയുടെ വസന്തമായ കണിക്കൊന്നയും വിഷുവിൻ്റെ മനോഹാരിതയെ വിളിച്ചുണർത്തുന്നു. അപ്പോൾ ഇന്ന് വിഷുവായിട്ട് നമ്മൾ പോകുന്നത് ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ക്ഷേത്രത്തിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ. ലോകത്തിന്റെ ഏത് കോണിലായാലും ജാതിഭേദമന്യേ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളും നേരമൊന്നിന് വിഷു ആഘോഷിക്കുന്നു. വിഷുവിന്റെ വിശേഷങ്ങളും ഐതിഹ്യങ്ങളുമായി നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലാണ്. അപ്പൊ നമുക്ക് അകത്തേക്ക് പോകാം. എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തറ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിന് ഏകദേശം 5000 വർഷം പഴക്കം പറയും. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണുവാണ്. സന്താന ഗോപാലമൂർത്തിയുടെ രൂപത്തിലാണ് അദ്ദേഹത്തെ ഇവിടെ പ്രതിഷ്ഠിച്ചു വരുന്നത്. സന്താനമൂർത്തി എന്നാൽ ശിശുക്കളുടെ രക്ഷകൻ എന്നുകൂടിയാണ് അർത്ഥമാക്കുന്നത്. സന്താനയോഗമില്ലാത്തവർക്ക് ഇവിടെ വന്ന് ഭഗവാനെ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ സന്താനയോഗം ഉണ്ടാകുമെന്നതാണ് വിശ്വാസം.
ഏകദേശം 4.5 അടിയോളം വലിപ്പമുള്ള ശ്രീ പൂർണ്ണത്ര ഈശ്വരന്റെ പഞ്ചലോക വിഗ്രഹം കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചലോക വിഗ്രഹങ്ങളിൽ ഒന്നാണ്. വൈകുണ്ഠത്തിലെ പോലെ പൂർണ്ണതയുള്ള ഈശ്വരനെ പൂർണ്ണത്ര ഈശ്വരൻ എന്ന് വിളിച്ചു വരുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ കൊടിമരങ്ങളിലൊന്നും ഇവിടെയാണ്. ചിങ്ങം, വൃശ്ചികം, കുംഭം എന്നീ മാസങ്ങളിൽ തിരുവോണ നാളിൽ ആറാട്ടായി 8 ദിവസം നീണ്ടു നിൽക്കുന്ന 3 കൊടിയേറ്റുകളാണ് ക്ഷേത്രത്തിനുള്ളത്. ഇവ കൂടാതെ ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണിയും മേടമാസത്തിലെ വിഷുവും പ്രധാന വിശേഷങ്ങളാണ്. ഉപദേവനായി ക്ഷേത്രത്തിൽ ഗണപതി മാത്രമാണുള്ളത്. പൂർണ്ണത്രയീശ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും വിഷു ഐതിഹ്യങ്ങളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പൊ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ചാനൽ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ ഒരിക്കൽ കൂടി വിഷു ആശംസകൾ.